ഓണപരീക്ഷ കഴിഞ്ഞു, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു. ഇനി എല്ലാവരും ഒറ്റുനോക്കുന്ന പരീക്ഷയാണ് മോഡൽ എക്സാം. പല ആളുകൾ മോഡൽ എക്സാമിനെ പല രീതിയിലാണ്, പല വ്യൂ പോയിന്റിലാണ് മോഡൽ എക്സാമിനെ കാണും. ചില ആളുകൾ വളരെ സീരിയസ് ആയിട്ട് മോഡൽ എക്സാമിനെ കാണുന്ന കുട്ടികൾ, ചില ആളുകൾ മോഡൽ എക്സാം അല്ലേ, ഫൈനൽ എക്സാം വരാനിരിക്കുന്നത്, പിന്നെ എന്തിനാണ് നമ്മൾ വലിയ ധൃതി കൂട്ടുന്നത് എന്ന് മോഡൽ എക്സാമിനെ കാണുന്ന കുട്ടികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്ന് 3 കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ കാര്യം, എന്താണ് മോഡൽ എക്സാം? രണ്ടാമത്, ആരൊക്കെയാണ് മോഡൽ എക്സാം സ്കിപ്പ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ആരൊക്കെ മോഡൽ എക്സാം എഴുതണ്ട, അങ്ങനെ ഒരു കാറ്റഗറി വിദ്യാർത്ഥികൾ ഉണ്ടോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം, എന്താണ് മോഡൽ എക്സാം? മോഡൽ എക്സാം നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരിക്കും ആദ്യമായി നിങ്ങളുടെ മോഡൽ എക്സാം എഴുതി. നിങ്ങളുടെ ഫെബ്രുവരി മാസം SLCയുടെ മോഡൽ എക്സാം നിങ്ങൾ എന്ത് ചെയ്തു? മാർച്ച് നടക്കുന്ന ഫൈനൽ എക്സാമിന് മോഡൽ എക്സാം ഫെബ്രുവരിയിൽ എഴുതി. എന്താണ് മോഡൽ എക്സാമിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫൈനൽ എക്സാമിലേക്കുള്ള നമ്മുടെ ഒരു ഭയത്തെ, നമ്മുടെ പേടിയെ മോഡൽ എക്സാമോട് കൂടി നമ്മളൊരു 50% നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ 50% നമുക്ക് മോഡൽ എക്സാം കാരണം കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് ആദ്യത്തെ കാര്യം. ഏതാണ്, എങ്ങനെയാണ് നമ്മുടെ ടെൻഷൻ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുക? കാരണം നമ്മൾ എക്സാം പാറ്റേൺ എങ്ങനെയാണ് ചോദിക്കുക? കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച മുഴുവൻ ചാപ്റ്റേഴ്സും, നമുക്കറിയാം ഫൈനൽ എക്സാമിന് നമ്മൾ ഡിസ്കസ് ചെയ്ത മുഴുവൻ ചാപ്റ്റേഴ്സും എക്സാമിന് ചോദിക്കും. അത്രയും ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ വേണ്ടി പോവുക, ഞാൻ പഠിച്ച കാര്യത്തെ ആ ചോദ്യങ്ങൾക്ക് പ്രകാരം കൃത്യമായി എനിക്ക് എൻ്റെ ആൻസർ പേപ്പറിൽ എഴുതാൻ സാധിക്കുന്നുണ്ട് എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കുകയാണ് ഏത് എക്സാമിലൂടെ? മോഡൽ എക്സാം നമ്മൾ ചെയ്ത്. അതുകൊണ്ട് നിങ്ങളുടെ ഫൈനൽ എക്സാം, ചില ആളുകൾ എല്ലാം കൃത്യമായി പഠിച്ച വിദ്യാർത്ഥികൾക്ക് വളരെ സുഖകരമായി മോഡൽ എക്സാം എഴുതാൻ സാധിച്ചു, അതുപോലെ തന്നെ ഫൈനൽ എക്സാം എഴുതാൻ സാധിച്ചു. എന്നാൽ കൃത്യമായ രീതിയിൽ പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു, ഈ പോക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫൈനൽ എക്സാം കുളമാകും എന്ന ഒരു ബൾബ് കത്തൽ മൊമെന്റ് കൂടിയായിരുന്നു ശരിക്കും എന്താ ഈ മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരിക്കലും, അതായത് മോഡൽ എക്സാം കൃത്യമായി നമ്മൾ എഴുതിയിരിക്കണം. ഒരു വിദ്യാർത്ഥി പോലും മോഡൽ എക്സാം എഴുതാതിരിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തത്. ആരൊക്കെ മോഡൽ എക്സാം എഴുതേണ്ട? ശരിക്കും പറഞ്ഞ അങ്ങനത്തെ ഒരു വിദ്യാർത്ഥികളെ ഇല്ല. 100% എല്ലാ ആളുകളും 100% നിങ്ങൾ എന്തെയ്യണം? മോഡൽ പരീക്ഷ എഴുതിയിരിക്കണം. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ കുറേ കൂടി, അതായത് നിങ്ങൾ ശരിക്കും എസ്പെഷ്യലി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഹയർ സെക്കൻഡറിയിലേക്ക് എത്തിയ വിദ്യാർത്ഥികളാണ്. ഈ വർഷം ഫൈനൽ എക്സാമിന് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ വേണ്ടി പോവുക, ഓരോ ചാപ്റ്റേഴ്സും എത്ര വെയിറ്റേജിന്റെ ചോദ്യം വരെ ചോദിക്കും, അത് വളരെ പ്രധാനപ്പെട്ട, ഓരോ ചാപ്റ്റേഴ്സും എത്ര മാർക്കിന്റെ ചോദ്യങ്ങൾ വരെ ചോദിക്കും എന്ന കൃത്യമായ ധാരണ, ഫൈനൽ എക്സാമിനെ പറ്റിയുള്ള ഒരു 90% ധാരണ, ഒരു ഐഡിയ നമുക്ക് നൽകുന്ന എക്സാമാണ് മോഡൽ എക്സാം. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ മോഡൽ എക്സാം എഴുതിയിരിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ കാര്യം, മുഴുവൻ ചാപ്റ്റേഴ്സും ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. മോഡൽ എക്സാം നടക്കാൻ വേണ്ടി പോകുന്ന ഒരു ദിവസം 2 പരീക്ഷകൾ വെച്ച് നടക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെ എനിക്ക് ഈ ദിവസത്തെ മാനേജ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും? അതിന് വേറെ ഒന്നും നോക്കണ്ട, നാളെ കൃത്യം 7 മണിക്ക് നേരെ നിങ്ങൾ എങ്ങോട്ട് പോരാ? നമ്മുടെ എഡ്യൂപോന്റെ ചാനലിലേക്ക് പോരാ. നിങ്ങളുടെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ കിടിലം സ്റ്റഡി പ്ലാൻ നാളെ നടക്കാൻ വേണ്ടി. ഇപ്പോൾ സ്റ്റഡി പ്ലാന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയായിട്ട് എഡ്യൂപോഡ് നിങ്ങൾക്ക് ഒരു 50% ഓഫർ നൽകാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്തോ 7 ദിവസം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിന് പോലെ 50% ഫ്രീഡം ഓഫർ ആണ്. നമ്മൾ റിപ്പബ്ലിക് ഡേ ഓഫർ ആയിട്ട് 50% എല്ലാ കോഴ്സും ഫ്രീ ആണ്. എഡ്യൂപോന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. റിപ്പബ്ലിക് ഡേ ഓഫർ അങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് പകുതി പൈസക്ക് ചെയ്യാൻ സാധിക്കും, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മോഡൽ എക്സാം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. നാളെ മുതൽ മോഡൽ എക്സാം നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ സെറ്റ് ആക്കും. അതുപോലെ എഡ്യൂപോഡ് നിങ്ങൾക്കായി ഒരു ഗിഫ്റ്റ് കൂടി നൽകുന്നുണ്ട്. ഈ 3 കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ആൻഡ് മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ കൺസേൺസും, മോഡൽ എക്സാമിനെ പറ്റി നിങ്ങളുടെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്തോ. നമ്മൾ അടിപൊളിയായിട്ട് വളരെ അഗ്രസീവായിട്ട് തന്നെ ഇത്തവണ ഫൈനൽ എക്സാമിന്റെയും മോഡൽ എക്സാമിനും സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം ചെയ്യേണ്ട പരിപാടി, നാളത്തെ ലൈവ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, വേഗം അത് ഓപ്പൺ ചെയ്യുക, ഒരു ലൈക്ക് ചെയ്ത് അതുപോലെ നോട്ടിഫൈ ഓൺ ചെയ്ത് വെക്കുക, എല്ലാ ഫ്രണ്ട്സിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ മോഡൽ എക്സാം നമ്മൾ തകർക്കും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ആദ്യമായി കാണുന്ന ആൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ കൃത്യം 7:30 കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്. ബൈ.